ഇപ്പൊ വരും. എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ആണെങ്കിൽ. ക്യാപ്റ്റൻ വന്നല്ലോ. മാലിനി പോവാതെ ഞാൻ പിടിച്ചു നിർത്തുകയായിരുന്നു. എന്താ മാലിനി? വരൂ. നീ എങ്ങോട്ടാ? അല്ല, ഡിസ്കഷൻ വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ വിളിക്കാം. വാ. എല്ലാവർക്കും പറയാൻ രഹസ്യങ്ങളേ ഉള്ളൂ. അല്ല, എന്നോട് ആർക്കും ഒന്നും പറയാനില്ലേ? എന്തോ ഒന്നും. ആരാ അത്? തോന്നിയതായിരിക്കും. സുരേഷ് ഇന്നലെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ എന്താ കാരണം? നിങ്ങളുമായിട്ട് ബാറിൽ വെച്ചുണ്ടായ സംഭവത്തെ പറ്റി ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു. അത് കേൾക്കേണ്ട താമസം. എന്റെ നേർക്ക് ഒറ്റ ചാട്ടമാ. പിന്നെ തുടങ്ങിയില്ലേ ബഹളം. ചേച്ചി വന്നപ്പോ ചേച്ചിയുടെ നേർക്കായി. അയാളെ കൊല്ലാൻ ഞാനും ചേച്ചിയും കൂടെ നിങ്ങളെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണെന്ന്. സുരേഷ് പിന്നെന്തൊക്കെ പറഞ്ഞു? ഞങ്ങളെയൊക്കെ കമ്പി എണ്ണിക്കാൻ അയാൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന്. കുടിച്ച് ലക്കില്ലാതെ അയാൾ വല്ലതും പറയുന്നതല്ലേ? അതല്ല കാര്യം. അത് കേട്ടപ്പോ ചേച്ചി എന്തോ വല്ലാതെ ഭയപ്പെടുന്ന പോലെ തോന്നി. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. തീർച്ചയായിട്ടും ചേച്ചി എന്നോട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ദയവായിട്ട് അതെന്നോട് പറയണം. സുരേഷ് എവിടെയാ താമസിക്കുന്നത്? നമ്പർ 27 ഫസ്റ്റ് അവന്യൂ, പ്രഭാത് നഗർ. എന്തിനാ? എനിക്ക് സുരേഷ് ഒന്ന് കാണണം. അതിനുശേഷം ഞാൻ എല്ലാ മാലിനോട് പറയാം. എന്തിനാ സുരേഷിനെ കാണുന്നത്? പേടിക്കണ്ട, ഞാൻ ആരുടെ മെക്കിട്ടൊന്നുമില്ല. അയാൾക്ക് ഫോണുണ്ടോ? ഉണ്ട്. 363211. ഞാൻ വരട്ടെ. ആ. ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്തോന്നു? അഗാധ പ്രേമം. വീട്ടിലെ ഡ്രൈവറുടെ പേരെന്താ? രാജു. പക്ഷെ അയാളിപ്പോ ജോലിയിലില്ല. ഇല്ലേ? എവിടെ പോയി? 2 ദിവസം മുമ്പ് പിരിഞ്ഞുപോയി. എന്താ ചോദിച്ചത്? അയാൾ എവിടെ താമസം? അറിഞ്ഞൂടാ. എന്താ കാര്യം? ആരാ അയാൾ അവിടെ ആക്കിയത്? സുരേഷാ റെക്കമെൻഡ് ചെയ്തത്. അച്ഛൻ ജോലിക്ക് വെച്ചു. സുരേഷ് റെക്കമെൻഡ് ചെയ്ത്? പിരിഞ്ഞുവരെന്താ കാരണം? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അയാളുടെ ചുറ്റുപാടുകളെ കുറിച്ച് മാലിക്കൊന്നും അറിഞ്ഞൂടെ? ഇല്ല. ആ, അയാളുടെ അനിയത്തിയോ മറ്റോ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്യുന്നതായി പറഞ്ഞ ഓർമ്മയുണ്ട്. ഏത് സ്റ്റോറില്? ഞാൻ വീട്ടിൽ പോയി ആരോടെങ്കിലും ചോദിച്ചിട്ട് വിളിച്ചു പറയാം. വരട്ടെ. ഓക്കെ. എന്തുപറ്റിടാ? താൻ എങ്ങനെയാണ് ഇഷ്ട രണ്ടിനെയും കൂടി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? രണ്ടിനെയും കൂടെ? നിനക്കാരെ വട്ടുണ്ടോ? വട്ടോ? അത് ആർക്കാണെന്ന് ഉടനെ തന്നെ മനസ്സിലാവും. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ. എന്റെ പൊന്നുമോനെ, ആവശ്യമില്ലാത്ത സ്വപ്നം കാണല്ലേ. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. റോസ്മേരി ഡാർലിംഗ്, ഇവൻ ആവശ്യമില്ലാത്ത സ്വപ്നം കാണുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ സർ. റോസ്മേരി. എന്തോ? ഒന്നുമില്ല. അയ്യോ. രാജു, രാജു,
നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? പറയണം. എന്നെ തല്ലരുത്, പറയാം. നീ പറ. പേടിച്ചിട്ടാ ഓടിയത്. എന്തിനാ പേടിച്ചത്? സാറ് പോലീസല്ലേ? പോലീസിനെ നീ എന്തിനാ പേടിക്കുന്നത്? അത് അത് പറയടാ, എന്തിനാ പേടിക്കണമെന്ന്. ഞാൻ കൊല്ലപ്പെട്ട രാജിയുടെ മാമയായിരുന്നു. അതിന് പോലീസിനെ എന്തിനാ നീ പേടിക്കുന്നത്? നീയാണോ രാജിയെ കൊന്നത്? അല്ല സാർ. പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. നീ എന്തിനാ ജോലി വിട്ടു പോയത്? രാജി വഴിയാ ഞാൻ സുരേഷ് സാറിനെ പരിചയപ്പെട്ട് അദ്ദേഹമാണ് എനിക്ക് ആ വീട്ടിൽ ജോലി വാങ്ങി തന്നത്. രാജി മരിച്ചു എന്നറിഞ്ഞതോടുകൂടി പോലീസ് എന്നെ അന്വേഷിച്ചു വരുമെന്ന് കരുതി സുരേഷ് സാർ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നീ എന്തിനാന്ന് ഞാനും ലതയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞെന്ന് കേട്ടത്? സാറ് രാജിയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി. നീ അല്ലേടാ അന്ന് രാത്രി എന്നെ ആക്രമിച്ചത്? ഞാനോ? എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? Oh